ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ അസ്ലഖാണ്. നമ്മുടെ നീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കീമിൻ്റെ സൈറ്റിൽ വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷൻ മിസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇത്തവണ കേരളത്തിലെ 85% ഗവൺമെൻറ് സീറ്റുകളും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ മൊത്തം സീറ്റിലേക്കുള്ള നമ്മുടെ സാധ്യതകൾ നഷ്ടപ്പെടുകയാണ്. ആ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത് എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ നമ്മുടെ കീമിൽ അപ്ലോഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് വളരെ ക്വിക്കായിട്ട് നോക്കാം. ഇത് നമ്മുടെ കീമിൻ്റെ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് എടുക്കാൻ കീം 2026 എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഈ വെബ്സൈറ്റിൽ നമ്മൾ നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു അഡ്മിഷൻ ടു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് കാണാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PDF തുറന്നു വരും. അതിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയാണ് നമുക്ക് സമയമുള്ളത്. 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയാണ് നമ്മുടെ സമയം. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ നീറ്റിൻ്റെ റോൾ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നീറ്റ് ഡീറ്റെയിൽ സബ്മിഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്യാം. ജസ്റ്റ് ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനേ ഉള്ളൂ. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ, റാങ്ക്, നീറ്റിൻ്റെ സ്കോറും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരും. അത് വെരിഫൈ ചെയ്യാം. ജസ്റ്റ് വെരിഫൈ ചെയ്യുക. കാരണം ഓൾറെഡി മെഡിക്കൽ കൗൺസിലിംഗ് കമ്പനികൾ MCC എന്തിട്ടുണ്ടാവും, ഡാറ്റ ഓരോ സ്റ്റേറ്റിലേക്കും സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഡാറ്റ ഓൾറെഡി കീമിൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങളാണ്, ഈ അക്കൗണ്ട് ആ കുട്ടിയുടെ ആണെന്ന് ഒരു മാച്ചിങ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ MCCയുടെ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അതേപോലെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ നമ്പർ കൊടുത്ത്, റോൾ നമ്പർ കൊടുത്ത് ഡാറ്റ വെരിഫൈ ചെയ്യുക. അതെല്ലാം കറക്റ്റ് തന്നെയാണ്, എൻ്റെ സാധനം തന്നെയാണ്, എൻ്റെ നമ്പറുകളും എൻ്റെ ഡാറ്റയും തന്നെയാണെന്ന് വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു സബ്മിഷൻ കിട്ടും. അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം നിങ്ങളെങ്ങാനും ഇതിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ മക്കളെ, നിങ്ങളെ പിന്നെ എന്ത് ചെയ്യില്ല, കേരളത്തിൻ്റെ റൗണ്ടിലേക്ക് പരിഗണിക്കില്ല. അതായത് കേരളത്തിലെ കീമിൻ്റെ, അതായത് നമ്മൾ സ്റ്റേറ്റ് അലോട്ട്മെൻ്റ് ഇല്ലേ, അതിലുള്ള നിങ്ങളുടെ സാധ്യതകൾ ഇതോടെ അവസാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് MBBS നമ്മുടെ നാട്ടിൽ MBBS ആണെങ്കിൽ ഇത്രയും പറഞ്ഞ കോഴ്സുകൾ, ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടല്ലോ, ഈ കോഴ്സുകളിലേക്കൊക്കെയുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ അത് പോയി ചെയ്യുക. 10-ാം തീയതി വരെയാണ് സമയം, ഇനി 2 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സ്കോർ അവിടെ വെരിഫൈ ചെയ്യുക, എല്ലാം വെരിഫൈ ചെയ്യണം. എന്നിട്ട് വെരിഫൈഡ് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് അതിന് പ്രിൻ്റ് എടുക്കാനുള്ള ഒരു നീറ്റ് സബ്മിഷൻ റിപ്പോർട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് PDF നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇതെല്ലാവരും എന്ത് ചെയ്യുക, ഇത് മറക്കാൻ പാടില്ല. ഇത് മറന്നാൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് എന്തില്ല, പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റ്സിന് നമ്മുടെ എഡ്യൂപോർട്ട് നീറ്റ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.